ആരാ എന്റെ ഈശ്വര ഈ വരണ? വരാ ഉള്ള സൗകര്യത്തിൽ അങ്ങോട്ട് ഇരിക്കുക. എന്നാ കുടിക്കാൻ ഇത്തിരി സംഭാരം തരാൻ പറയുക അകത്തുള്ള ആളോട്. എന്താ മാഷേ, നിങ്ങൾ ഈ കാട്ടുപന്തേരി വന്നിട്ട് ഒറ്റയ്ക്ക് എന്തെടുക്കുക? ഇത്തിരി സ്വൈരായിട്ടിരുന്ന് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യാ. ഈ റിസർച്ച് ചെയ്യാന്നൊക്കെ പറയണത് AC മുറി തന്നെ വേണമെന്നില്ലല്ലോ മാധവനുണ്ണി മാഷേ. ഇവിടെ ആവുമ്പോ കിളികളുടെ പാട്ടുണ്ട്, കാറ്റിന്റെ നല്ല തലോടലുണ്ട്, ഇടയ്ക്കൊക്കെ ചില മൂർഖം പാമ്പ് എഴഞ്ഞു വന്നൊന്ന് വിരട്ടിന്ന് വരും. അതൊരു രസാ. ഇതപ്പൊ നന്നായേ. ക്യാമ്പത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ അതിലെ ചീഫ് ഗസ്റ്റ് കാട്ടി വന്ന് തവരിക്കുക. ഏത് ഫംഗ്ഷനെ കുറിച്ചാണാവോ പറയണത്? പണ്ഡിത രാജപട്ടം കിട്ടിയതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി മാഷെ സ്വീകരിക്കുകയല്ലേ? മറന്നോ മാഷെ? അയ്യേ, ഇങ്ങനെ ഒരു കെട്ടിക്കാഴ്ചയുടെ വല്ല കാര്യമുണ്ടോ മാധവനുണ്ണി മാഷേ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അതൊന്നും ഷാരടി മാഷല്ല തീരുമാനിക്കേണ്ട, ഞങ്ങളാ. ഇങ്ങോട്ട് കേറുക മാഷ് കാറിലേക്ക്. കേറിയില്ല അച്ഛാ, ഞങ്ങള് മാഷെ പൊക്കിയെടുത്ത് വണ്ടിയിലിടും. ശങ്കര ദർശനത്തെക്കുറിച്ച് ഇത്രയും അവഗാഹമുള്ള മറ്റൊരാളെ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഇത്രയും ചെറുപ്രായത്തിൽ ആഴമേറിയ ഈ വിഷയത്തെക്കുറിച്ച് 5-6 പുസ്തകങ്ങൾ എഴുതുക, അവയിൽ മിക്കതും പുരസ്കാരത്തിന് അർഹമാവുക, സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെയും കൂടി അഭിമാനമാണ് പ്രൊഫസർ പിഷാരടി മാഷ്. ഭാരതീയ സംസ്കൃതിയുടെ ഭണ്ഡാകാരത്തിൽ നിന്നും കണ്ടെടുത്ത ഈ കോഹിന്നൂർ ഒന്ന് നിർത്ത. ക്ഷമിക്ക, ഒരു നിമിഷത്തേക്ക് ആ മൈക്കിങ് ഇട്ട് തരാ. ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ട മന്ത്രി പറയണത്ര വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെയൊക്കെ അനുഗ്രഹാശിസുകളുടെ വെളിച്ചത്തിൽ അണ്ണാറക്കണ്ണനായ ഞാൻ തന്നാലാവുന്ന ചിലതൊക്കെ ചെയ്തു. നമ്മുടെ ശങ്കരൻകുട്ടി മാഷ് പറയണ പോലെ അതത്ര കൊട്ടിഘോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല. ഏതായാലും നിങ്ങൾ ഈ കാണിച്ച കാരുണ്യത്തിന്, സ്നേഹത്തിന് നന്ദി. ഞാൻ പോണു, എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. ഹലോ, ആ അമ്മയാ. ദാ കൊടുക്ക അച്ഛന്. ഗുരുവായൂരുന്ന് ഹരിയാ. ഹലോ, നിങ്ങളവിടെ 41 ദിവസം ഭജനമിരിക്കാൻ പോയതോ അതോ ഒന്ന് കുളിച്ചോഴാൻ പോയതോ? അച്ഛന് വിശ്വാസം ഇല്ലാച്ചാൽ ലതയോട് ചോദിക്ക്. ശരിക്കും ഇവിടെ മീരം മടങ്ങാൻ കൂട്ടാക്കണില്ല. ആ, നീ നിന്റെ ഭാര്യ നാക്കെടുത്താ കള്ളവല്ലാണ്ട് പറയൂ. അച്ഛന് വിശ്വാസം ഇല്ലാച്ചാല് ഫോൺ ലതയ്ക്ക് കൊടുക്കാം. ഹരിടാച്ച, ഇത് ഞാനാ ലത. എനിക്കറിയാം. ഊട്ടിയിൽ പോയിട്ട് ബാലൻസ് വെച്ച ഹണിമൂൺ നിങ്ങൾ ഗുരുവായൂർ ആഘോഷിച്ചു അല്ലേ? സത്യമായിട്ടും പറയാ, മീര മടങ്ങാൻ കൂട്ടാക്കഞ്ഞിട്ടാ. നിർമ്മാല്യം തൊഴിലും ചീട്ടാക്കലും പ്രസാദം വാങ്ങലും അവക്കിവിടെ മേൽശാന്തികൾ വലിയ തിരക്കാ. തന്നെ മീരയുടെ വെപ്രാളം കണ്ടാ തോന്നുക പണ്ഡിതരാജപ്പട്ടം കിട്ടിയത് അവൾക്കാന്നാ. വല്ലാത്തൊരച്ഛനും അച്ഛനൊത്തൊരു മോളും. ഭരതൻ എന്തോ സമ്മാനം കിട്ടിയതിന് ഇവളെന്തിനാ കിടന്ന് പിടയ്ക്കുന്നത്? പിടയ്ക്കൂടി, അവൾ പിടയ്ക്കും. മീരയുടെ ആരാ ഭരതൻ? അച്ഛന്റെ മരുമകൻ, അതായത് റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസീൽദാരായ ഈ തിരുശ്ശേരി ബാലരാമ പിഷാരടിയുടെ അന്തസ്സുള്ള ആഭിജാത്യമുള്ള മരുമകൻ. എന്നാ പിടിച്ചങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കരുതോ മരുമകനെ അവളെ? നിനക്കെന്താ അത്ര സംശയം? അവന്റെ വാക്ക് ചോദിക്കട്ടെ. ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടു കൊടുക്കില്ലേ ഞാൻ അവനെന്റെ മോളെ? അതുല്യമായ ഈ സംസാര വൃക്ഷത്തിന്റെ പേര് ഊർധ്വം എന്ന് മന്ത്രം പറയുന്നു. ഇതിന്റെ വേര് ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന് ശങ്കര ഭവൽപാദർ വിവേക ചൂടാമണിയിലൂടെ സമർത്ഥിക്കുന്നു. ഒരാൾ ഇവിടെ കിടന്ന് കണ്ടക്ഷോഭം നടത്തുന്നത് കേൾക്കാതെ ഇരുന്നുറങ്ങാതാൻ. കഥകളി ഉണ്ടായിരുന്നോ ഇന്നലെ വെളുക്കോളം വീട്ടില്? ഇറങ്ങിപ്പോവാ ക്ലാസ്സിൽ നിന്ന്. ഇനി സംസ്കൃതി പറയണോ? ആ, എവിടാ പറഞ്ഞു നിർത്തിയ? ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന്. അല്ല, അന്തസ്സുള്ളൊരു ചായ കൂടെ എടുത്തോളൂ രാമുണ്യാരെ. ഉണ്ണേണ്ട നേരത്താണോ ചോദിച്ചേ ചായ? ഈയിടെ ആയിട്ട് ഊടിനോട് അത്ര കമ്പം തോന്നണില്ല ഗോപാല. ഊടിനോട് വേണ്ടായ തോന്നാൻ വല്ല വിശേഷം ഉണ്ടോ ജോത്സ്യർക്ക്? ഏഭ്യത്തരം പറയാതെ താൻ ആ ചായ കൂടെ എടുക്കാം.
എന്താ ദേവു ഇതൊക്കെ? ഇതൊന്ന് നോക്കി പറഞ്ഞിടാ എന്റെ ഏട്ടാ. എന്താ ഇത്? എന്റെ മകന്റെ ജാതകം. എന്റെ ആങ്ങളമാര് പറഞ്ഞ ചക്രവർത്തി തിരുമനസിന്റെ ജാതകം. പെങ്ങളെ, ഇത് നോക്കി എന്ത് പറയാനാ ഞാൻ? അറിയണോ എനിക്ക് എന്താ അവന്റെ മരണം? എനിക്ക് മടുത്തു എന്റെ ഏട്ടാ. കണ്ടു എന്റെ ഏട്ടൻ ഇത്. വെയിലും മഴയും കൊള്ളാതെ ഞാൻ ചുരുണ്ട് കിടക്കണ കൂര പൊളിച്ച് വിൽക്കാൻ സമ്മതിക്കാത്തതിന് അവൻ തന്നെ സമ്മാനം എന്റെ ആങ്ങളെ. എവിടെ ഉണ്ടവൻ? ബീഡിയുണ്ട് കുറിപ്പ് നിറക്കാൻ. മുൻകൂർ ജാമ്യ FIR കോപ്പി ഒന്നല്ല ഞാൻ ചോദിച്ചത്. കാശിന് 4 എണ്ണം കിട്ടുന്ന ഒരു ബീഡിയല്ലേ? സോറി സർ, തത്തമംഗലത്ത് ഒരു ക്രിമിനലിനെ തെരഞ്ഞു പോയതായിരുന്നു ഞാൻ കസ്റ്റഡിയിൽ എടുക്കാൻ. എന്റെ ഭാഗ്യക്കേടെന്നല്ലാതെ എന്നാ പറയാനാ സാറേ. ഞാൻ ചെന്നപ്പോഴേക്കും ആള് മുങ്ങി. സോറി സാർ, ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് ആ ASI ശ്രീധര മേനോനും എനിക്കൊരു ഇൻഫർമേഷൻ തന്നില്ല. നൊന്തോ എന്റെ കുട്ടിക്ക്? പാവമാണ് സാർ എന്റെ കുട്ടി, ഉപദ്രവിക്കരുത് അവനെ. സോറി മാഷേ, വല്ലാതെ പ്രൊവോക്ക് ചെയ്തപ്പോ. അറിയാം, സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇവന്റെ 5ാം വാരി കലങ്ങിയാനെ. മാപ്പ്. ഇവന് വേണ്ടി തരകൻ സാറിനോട് ഞാൻ ചോദിക്കണു മാപ്പ്. എങ്ങനെ ഉണ്ടായി സാറേ സാറിനെ പോലുള്ള ഒരാൾക്ക് സഹോദരനായിട്ട് ഈ പിശാചിന്റെ സന്തതി? പാണ്ഡുവിന് ധൃതരാഷ്ട്രർ, കുംഭകർണന് രാവണൻ, സുഗ്രീവന് ബാലി. ഇപ്പൊ ഈ പാവപ്പെട്ട ഇരിങ്ങണ്ണൂർ ഭരത പിഷാരടിക്ക് ഒരു വിശ്വനാഥനും. ഒക്കെ ദൈവത്തിന്റെ ഓരോ തമാശകള്. വിട്ടേക്ക് സാറേ, കൊണ്ടുപോയിക്കോട്ടെ ഞാനിവനെ. മാഷെ പോലുള്ള ഒരാള് പുറകെ നടക്കാനുണ്ടല്ലോ എന്നുള്ളതാ ഇവന്റെ അഹങ്കാരത്തിനൊക്കെ കാരണം. ക്ഷമിക്ക, ഓരോരുത്തർക്കും ഓരോ ജാതകമാണ്, ഓരോ വിധി, ഓരോ DNA. വിശ്വനാഥ, എന്റെ വണ്ടിയിലോട്ട് കയറി. വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ച് നോക്കളാം. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരല്ലേ? MT സാറെ വിളിച്ചു പറഞ്ഞ ഉടനെ കൊടുക്കണം. നീ ഇങ്ങോട്ടാ. കഥകളെ കുറിച്ച് എഴുതാൻ ഇയാളാരാ? കലാമണ്ഡലം കൃഷ്ണൻ നായരോ അതോ ഉണ്ണായി വാര്യരോ? എടി പരിഹസിക്കല്ലേ. വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ 4-5 കൊല്ലം മെഴുക്കിട്ടൊഴിഞ്ഞ് ചുട്ടി കുത്തി കളിച്ച പാരമ്പര്യം ഉണ്ടെനിക്ക്. ഭീമനായി, അർജുനനായി, കംസനായി, കലിയായി. മനസ്സൊന്ന് പാളം തെറ്റി. സാരമില്ല, പേടിച്ചു പോയ നീ. 3-4 ദിവസം ഉറക്കമൊഴിഞ്ഞ് മെന്റൽ സ്ട്രെയിൻ എടുത്തിട്ടാ. നന്നായിട്ടൊന്ന് ഉറങ്ങിയാ തീരും പ്രശ്നങ്ങളൊക്കെ. എഴുത്തും വായനയൊക്കെ പിന്നെ ആവാം. നീ പോയിക്കോളൂ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ പിഷാരടി. താങ്ക് യു സർ. A ഗ്രേഡ് പ്രൊഫസർഷിപ്പ് കിട്ടിയ ഓർഡേഴ്സാ. ചെലവുണ്ട് ഞങ്ങൾക്കൊക്കെ. ഓക്കെ. ഷാരടി മാഷിനെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? ചോദിച്ചില്ല.
എനിക്ക് കീഴ്പള്ളി വരെ ഒന്ന് പോകണം. നാരായണൻ നമ്പീശൻ തന്നെ നേരിട്ട് വന്നിരിക്കുക. ഉടനെ കൂടെ ചെല്ലാൻ. എന്താവോ വിശേഷിച്ച്? വിസ്തരിക്കാനൊന്നും നേരെയില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആരാവോ ഈ പുതിയ അവതാരം? കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ മീരജി. എന്റെ ഭരതേട്ടൻ ഇങ്ങനെ മയക്കെടുക്കാൻ എന്ത് കൈവശം മീരജി കൊടുത്തേ? എന്താ കൈവശം കൊടുത്ത് മയക്കാൻ നീ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടോ? ദേ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പേർത്തിമാന്നൊന്നും ഞാൻ നോക്കൂല. ഒന്ന് പറഞ്ഞു തന്നെ, ആ കരിമ്പാറ പൊട്ടിച്ച് ഇളനീര് കോരിയെടുത്ത മന്ത്രവിദ്യ എന്താന്ന്? എനിക്ക് കാശ് വേണം. ഒരു 2000 രൂപ വളരെ അത്യാവശ്യ. കടായിട്ട് മതി, കൈ കിട്ടുമ്പോ തിരിച്ചു തരും. വേണാച്ച പലിശ ആവാം. എവിടുന്നാ വിശ്വട്ടാ കാശ്? തിരിച്ചേരി ബാലരാമ പിഷാരയുടെ മോളല്ലേ നീയേ? 4:45 നിന്റെലും കാണാതിരിക്കുവോ? ഇപ്പൊ ഒന്നുമില്ല. നിന്റെ ഉണ്ട്, പക്ഷെ സ്റ്റേറ്റ് ബാങ്കിനകത്താ. ലോക്കറിന്റെ താക്കോല് ഇരിങ്ങണ്ണൂര് മച്ചും പുറത്തും. എന്താ ഇപ്പൊ ചെയ്യേണ്ട വിശ്വട്ടാ? കോമഡി പറയാ നീ. ഒരു പണി, ഞാൻ കൂടെ വരാം. ഗേറ്റിങ്ങ കാത്തുന്നോളാം. നീ വീട്ടിൽ ചെന്ന് എടുത്ത് തന്നാ മതി. അവിടെ കാശില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. വളരെ അത്യാവശ്യമുണ്ട് എനിക്ക്. എന്താ അത്യാവശ്യം? കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനൊക്കെ അല്ലേ? ആടേ, അതിന് തന്നെയാ. ഞാൻ കുടിക്കും, കളിക്കും, പെണ്ണു പിടിക്കും. അല്ലാണ്ട് ഞാനും വാങ്ങലോ പണ്ഡിതരായ പട്ടം. ഞാനും എഴുതണ പൊത്തകം. ചേടാ, തറവാട്ടിലൊരു മഹാനുണ്ടെന്ന് വെച്ച് അവിടെ കിടക്കണ പട്ടിക്ക് ഉണ്ടാവണമെന്നുണ്ടോ മഹത്വം? അവിടെ വന്നേ. ഞാനും നിന്റെ മുറച്ചെറുക്കനാ. അയാൾക്കുള്ള അതേ അവകാശം എനിക്ക് നിന്നോടുണ്ട്. അയാൾക്ക് മാത്രം വിരിച്ചാ പോരാ നീ നിന്റെ സപ്രപഞ്ചം. ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്കും കൂടെ ആവാം. ആ 4-5 പവനുണ്ട്. തൽക്കാലത്തെ കാര്യം നടക്കും. പിന്നെ എന്റെ മുഖത്തടിച്ചൊരു പരിഹാരമായി